ഹലോ, ചെമ്പനീർ പൂവിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഏതൊരറ്റം വരെയും പോകും എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ചു പേരുണ്ട്. അത് ഇപ്പോൾ നാണം കിട്ടാലും കുഴപ്പമില്ല, മറ്റുള്ളവര് തന്നെ കല്ലെറിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ പൈസ കിട്ടിയാൽ അത്രയും നല്ലത് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ചു പേരുണ്ട്. എല്ലാവരും അല്ല, അതിലൊരാളാണ് നമ്മൾ സുധി. സുധി എന്ന് പറയുമ്പോൾ അധ്വാനിച്ച് പൈസ കണ്ടെത്താനായിട്ട് സുധിക്ക് പറ്റത്തില്ല. പകരം വെറുതെ ഇരുന്നിട്ട് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ് സുധി. അങ്ങനെയുള്ളപ്പോൾ സുധി ഒരു സ്വാമിജിയെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. സ്വാമിജിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിറയെ പൈസ തൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് തരും എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് സുധി പോയത്. പക്ഷെ സ്വാമിജിയുടെ അടുത്ത് ചെന്നപ്പോഴോ സുധിക്ക് കിട്ടിയത് ഒരു 8ന്റെ 16 പണി തന്നെയാണ്. ഈ ഒരു പണി കാരണം ഇനി മേലൽ സുധി ആ ഒരു പരിസരത്തേക്കേ പോകത്തില്ല എന്നുള്ള ഒരു മട്ടിലാണ്. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ സ്കോർ ചെയ്തതും സുധി തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെ സംഭവിച്ചതെന്നും നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുധി കാട്ടിക്കൂട്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഹൈലൈറ്റ് എന്ന് മാത്രമല്ല, ഇന്നത്തെ എപ്പിസോഡിൽ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ കാണുമ്പോൾ തന്നെ ഇങ്ങനെ സുധി തരം താണു പോവോ എന്ന് പോലും ചിന്തിച്ചു പോവും. സാധാരണ സ്വാമിജി കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുന്ന, കള്ളത്തരത്തിലൂടെ ജീവിക്കുന്ന കുറച്ച് സ്വാമിജികളും ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സുധി സ്വാമിജിയെ കാണാനായിട്ട് പോയി. തൻ്റെ സുഹൃത്ത് ആനന്ദ് പറഞ്ഞിട്ടാണ് സ്വാമിജിയെ കാണാൻ പോയത്. സ്വാമിജിയെ കണ്ടു, സ്വാമിജിയോട് സംസാരിച്ചു. സ്വാമിജിയോട് സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ സുധി അവിടെ പറഞ്ഞു തുടങ്ങിയത്, അത് സ്വാമിജിക്ക് ഇതിലെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടോ, സ്വാമിജി പറഞ്ഞതുപോലെ ചെയ്തിട്ട് ആർക്കെങ്കിലും നല്ലത് വന്നിട്ടുണ്ടോ, ആരെങ്കിലും ജീവിതത്തിൽ മുന്നേറിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ സുധി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനന്ദ് പറയുന്നുണ്ട്, എടാ നീ മിണ്ടാതിരിക്ക്, സ്വാമിജിയാണ്, നീ മിണ്ടാതിരിക്ക്, നിനക്ക് കിട്ടേണ്ട പൈസ പോലും കിട്ടാത്ത അവസ്ഥയായി പോവും, മിണ്ടാതിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് സുധി തയ്യാറല്ല. സുധി ഇങ്ങനെ സ്വാമിജിയോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം സ്വാമിജി പറഞ്ഞു, നിന്റെ കാലം എന്ന് പറയുന്നത് നിന്റെ നാവ് തന്നെയാണ്. നിന്റെ നാവാണ് നിന്റെ എല്ലാ പിഴവുകൾക്കും, നിന്റെ എല്ലാ തോൽവികൾക്കും കാരണം നിന്റെ നാവാണ്. നിന്റെ നാവ് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ നീ രക്ഷപ്പെടും. എന്നിട്ട് സുധിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും സ്വാമിജി ഇങ്ങനെ പറഞ്ഞു. ഒരുപാട് ജോലികൾക്ക് പോയി, പക്ഷേ ഇത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതെ, അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞ് നാവ് കാരണം പല സ്ഥലത്തു നിന്നും സുധിക്ക് ജോലിയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നു. അവസാനം ഇപ്പോൾ ഒരു വിദേശത്ത് പോവേണ്ട ഒരു അവസരം വന്ന് നിൽക്കുകയാണ്. അതിൽ പൈസ കൊടുത്ത് വിദേശത്തേക്ക് പോകണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണെന്ന് സ്വാമിജി പറഞ്ഞു. അതൊക്കെ ശരിയാണ്. അപ്പോൾ ശരി, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താണ് പ്രതിവിധി എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാമിജി കുറച്ച് ഭസ്മം എടുത്ത് പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോൾ സ്വാമിജി സുധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്, പോയി പിച്ച എടുക്കടാ എന്നാണ്. എന്നിട്ട് സ്വാമിജി പറഞ്ഞു, നീ ഒരു ദിവസം മുഴുവൻ ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ മുന്നിലിരുന്ന് നീ ഒരു ദിവസം മുഴുവൻ പിച്ച എടുക്കണം. അങ്ങനെ പിച്ച എടുത്ത് കിട്ടുന്ന കാശ് വൈകുന്നേരം 6 മണി വരെ നീ ഇരുന്ന് പിച്ച എടുക്കണം. 6 മണി വരെ ഇരുന്ന് പിച്ച എടുത്തിട്ട് കിട്ടുന്ന കാശ് അതേ അമ്പലത്തിലെ കാണിക്ക വഞ്ചിയിൽ നിക്ഷേപിക്കുകയും ചെയ്യണം. അതിനു മുന്നേ ജലപാനം പോലും ജലപാനം പോലും നടത്താൻ പാടില്ല. അത്രത്തോളം കഠിന വ്രതത്തോടു കൂടി ആയിരിക്കണം നീ പിച്ച എടുക്കേണ്ടത് എന്ന് കൂടി സ്വാമിജി പറഞ്ഞു. സുധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്നാൽ പൈസ വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള ഒരു നിലപാടിൽ എത്തിയപ്പോൾ ആനന്ദ് തന്നെ സുധിയെ കൊണ്ട് പിച്ച എടുപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവർ നേരെ ഒരു അമ്പലത്തിലേക്ക് എത്തി. അവിടെ ഒരു നല്ല ഉഗ്രരൂപിണിയാണ്, നല്ല ദേവി, അതായത് പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടായിട്ട് നടക്കും എന്ന് അത്ര വിശ്വാസമുള്ള ഒരു അമ്പലത്തിലേക്ക് കൊണ്ടുപോയിട്ട് സുധിയെ അവിടെ നിരന്നിങ്ങനെ പിച്ചക്കാർ ഇങ്ങനെ ഭിക്ഷ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവരുടെ കൂടെയാണ് നീ ഇരിക്കേണ്ടത് എന്നുകൂടി പറഞ്ഞിട്ട് സുധിക്ക് കോസ്റ്റ്യൂം മാറ്റണം. ഇപ്പോഴത്തെ ഡ്രസ്സിലിരുന്ന് പിച്ച എടുക്കാൻ പറ്റത്തില്ലല്ലോ. മാറ്റി ഒരു സ്ഥലത്ത് കൊണ്ടിരുന്നിട്ട് വേറൊരു പിച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും മേടിച്ച ഒരു കീറിയ ബനിയനും പിന്നെ ഒരു മുഷിഞ്ഞ പേശയും തോർത്തും സുധിക്ക് കൊടുത്തു. ഈ ഡ്രസ്സ് ഇട്ടിട്ട് വേണം നീ പിച്ച എടുക്കാൻ എന്ന് കൂടി പറഞ്ഞു. സുധിക്ക് അതൊന്നും ഒട്ടും പറ്റുന്നില്ല, അത്രത്തോളം സ്മെല്ലാണ്. എന്തായാലും എങ്ങനെയെങ്കിലും പൈസ കിട്ടാനായിട്ടല്ലേ, അല്ലെങ്കിൽ പൈസ എങ്ങനെയെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സുധി ആ ഡ്രസ്സ് എടുത്തിട്ടു.
എന്നിട്ട് ഇങ്ങനെ നല്ല വെളുത്തൊക്കെ ഇരുന്ന് നല്ല സുന്ദരനായിട്ടല്ലേ സുധി ഇരിക്കുന്നത്. ഈ കോലത്തിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും സുധിക്ക് പൈസ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ആനന്ദ് തന്നെ കുറേ കരിയൊക്കെ എടുത്ത് ദേഹത്തും മുഖത്തും ഒക്കെ വാരി പൂശി കുറെ മണ്ണൊക്കെ എടുത്ത് തലയിലിട്ട് അത്രത്തോളം കോലം കെട്ട ഒരു പിച്ചക്കാരനാക്കി സുധിയെ മാറ്റിയെടുത്തു. എന്നിട്ട് ഒരു പാത്രവും കയ്യിൽ കൊടുത്തിട്ട് പോവുകയാണ്. അപ്പൊ സുധിക്കാണെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ തന്നെ അത്രത്തോളം വിശന്ന് കറങ്ങും. ഇത് ഒരു ദിവസം മുഴുവൻ ഇരിക്കണം. അങ്ങനെ അവിടെ പോയി പിച്ചക്കാരന്റെ കൂടെ കൊണ്ടിരുത്തി കുറേ നേരം സുധി അവിടെ ഇരുന്നു, സഹിക്കാൻ പറ്റുന്നില്ല. അതിനിടയിൽ വന്ന ഉടനെ തന്നെ അവിടെ ഇരുന്ന പിച്ചക്കാര് സുധി ഓടിച്ചു വിടാനായിട്ട് നോക്കി. എന്നാൽ സുധി പറഞ്ഞു, സാറേ എന്നെ ഓടിച്ചു വിടരുതേ, ഞാൻ ഒരു ദിവസത്തേക്ക് ഒരു പരിഹാര പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തേക്ക് വന്നതാണ്. ഈ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറഞ്ഞു. അവർക്കാണെങ്കിൽ അസോസിയേഷനൊക്കെ ഉണ്ട്, ഈ പിച്ചക്കാർക്ക് ഇങ്ങനെ ഭിക്ഷ എടുക്കാനായിട്ട് അസോസിയേഷൻ ഒക്കെ ഉണ്ടെന്നൊക്കെ സുധിയോട് പറഞ്ഞപ്പോൾ സുധിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നി. ഇതിനിടയിൽ തനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അടുത്തിരുന്ന പിച്ചക്കാരന് ഒരു ഫോൺ എടുത്തു. ബാഗിന്റെ അകത്ത് നിന്നും ഒരു ടച്ച് ഫോൺ, അതും വലിയൊരു ടച്ച് ഫോൺ എടുത്തു. അപ്പോൾ ടച്ച് ഫോണോ, ഇത് ചെറിയ ഫോണ്, ഇതിനേക്കാൾ വലിയ ഫോൺ വീട്ടിലുണ്ടെന്ന് സുധിയുടെ മുഖത്ത് നോക്കി പറയുവാണ്. എന്നിട്ട് അയാൾ തന്നെ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യുവാണ്. ഇതൊക്കെ കണ്ടപ്പോൾ സുധിക്ക് ഭയങ്കര ഒരു അത്ഭുതം. ഇവര് ഭിക്ഷ എടുത്തിട്ട് ഇവർക്ക് ഇത്രയും സമ്പാദ്യമോ, കോടീശ്വരന്മാരാണോ? അപ്പൊ ഞാനൊന്നും ഇത്രയും അത്രത്തോളം ഡിഗ്രി ഒക്കെ പഠിച്ചിരുന്നിട്ട് പോലും എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു സുധിക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൺലൈൻ ഫുഡ് വന്നു. സുധി അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ബിരിയാണിയാണ്, വെജ് ബിരിയാണി. അത് കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ തന്റെ സുഹൃത്ത് വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ താൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുവാണെന്ന് പറഞ്ഞപ്പോൾ തന്റെ സുഹൃത്തായ ആനന്ദ് വഴക്ക് പറഞ്ഞു. എടാ, നീയല്ലേ പറഞ്ഞത് നിനക്ക് പൈസ വേണമെന്ന്. അപ്പൊ സ്വാമിജി ഒരു ദിവസം മുഴുവൻ ജലപാനമില്ലാതെ വ്രതം നോക്കാനായിട്ടല്ലേ നിന്നോട് ആവശ്യപ്പെട്ടത്, പിച്ചെടുക്കാനല്ലേ ആവശ്യപ്പെട്ടത്, അതുകൊണ്ട് നീ ഭക്ഷണം കഴിക്കരുത് എന്ന് സുധിയെ വിലക്കി. ഉടനെ തന്നെ സുധി ഭക്ഷണമൊന്നും കഴിക്കാതെ വന്ന് വീണ്ടും ഭിക്ഷ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുവാണ്. ഇതിനിടയിൽ രേവതി അമ്പലത്തിലോട്ട് പോകുവാണ്. അമ്പലത്തില് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ സച്ചിയെ വിളിച്ചപ്പോൾ സച്ചി കോൾ എടുക്കുന്നില്ല. അതുകൊണ്ട് സച്ചിയേട്ടനോട് വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് രേവതി നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലോട്ട് വരുവാണ്. സുധി ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം വിശപ്പ്, രണ്ടാമത്തെ കാര്യം പൈസയൊന്നും ആരും അങ്ങനെ അധികമൊന്നും ഇടുന്നുമില്ല. എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഭയങ്കര ടെൻഷനിലൊക്കെ ഇരിക്കുന്ന ദേഷ്യത്തോടുകൂടി ഇരിക്കുന്ന സമയത്താണ് രേവതി വരുന്നത്. രേവതി അമ്പലത്തിലേക്ക് കയറി മറു സൈഡിലിരുന്ന ഭിക്ഷക്കാർക്ക് എല്ലാവർക്കും പൈസ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സുധി രേവതിയെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ദൈവമേ, ഇനി എന്ത് ചെയ്യും? രേവതി എങ്ങനെ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവൾ ഉറപ്പായിട്ട് വീട്ടിൽ പോയി പറയും, അത് വലിയൊരു പ്രശ്നമാവും. ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ തലയിൽ ഇങ്ങനെ തോർത്തൊക്കെ എടുത്ത് മൂടിയിട്ട് രേവതിയെ കാണാതെ രേവതിയും ആരും അറിയാതെ ഇങ്ങനെ മൂടി പുതച്ചിരിക്കുകയാണ് സുധി. അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? രേവതി എങ്ങാനും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ രേവതിയുടെ മുന്നിൽ നാണവും കെടും, വീട്ടിൽ അറിയുകയും ചെയ്യും, വല്ലാത്തൊരു അവസ്ഥയായിട്ട് മാറുകയും ചെയ്യും. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാതെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ സുധി കടന്നു പോകുന്നത്. ഇനി ഇതൊക്കെ സംഭവിക്കുമെന്നും വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരെയും ടാറ്റാ ബൈ.